തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഹായ്, ഈ കുറച്ച് നാൾ മുമ്പ് ഒരു ഹൈപ്പ് നടക്കണ്ടായിരുന്നു. ഫ്രാൻസിൽ 5 years ഓഫ് സ്റ്റേ ബാക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കാൻ പോകും, സ്റ്റേ ബാക്ക് 5 വർഷമാക്കും ഫ്രാൻസിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി എന്നൊക്കെ കുറേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഫർദറായിട്ട് വലിയൊരു അപ്ഡേറ്റ് ഒന്നും കണ്ടിരുന്നില്ല. 2 years കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് പോകുന്നു, അതിനുശേഷം പിന്നെ നമുക്ക് ജോബ് സീക്കറിലേക്ക് മാറാം എന്നുള്ള ആ ഒരു ഓപ്ഷനൊക്കെ തന്നെയാണ് ഇപ്പോഴും ഫ്രാൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു, ഏകദേശം 30,000 ഇന്ത്യൻ സ്റ്റുഡൻസിനെയാണ് അവർ 2030 എക്സ്പെക്ട് ചെയ്യണത് ഫ്രാൻസിലേക്ക്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ ഫ്രാൻസിൽ വലിയൊരു നിയമമാറ്റം വരാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സപ്പോർട്ടീവ് ആകുന്ന രീതിയിലുള്ള നല്ലൊരു നിയമമാറ്റം ഫ്രാൻസിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത്. അന്ന് പറഞ്ഞ 5 years ഓഫ് സ്റ്റേ ബാക്ക് പോസിബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷേ അവിടെ ലാർജ് നമ്പർ ഓഫ് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെന്റ്സ് അവിടെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ റിക്വയർമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വലിയൊരു എമൗണ്ട് ഓഫ് സ്റ്റുഡൻസിനെ അങ്ങോട്ട് ഹയർ ചെയ്യാനായിട്ട് റെഡി ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട സിറ്റീസിൻ്റെ പേരുകളും അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെയൊക്കെ പോയി പഠിക്കാം എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലോബലി ഒരു വലിയ ഡ്രൈവ് ഫ്രാൻസിലേക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഫ്രാൻസിൽ ഒരു ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളതും ആ ഷോർട്ടേജിനെ അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത് എന്നുള്ളതും ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ്. ഫ്രാൻസിൽ പലപ്പോഴും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വളരെ കുറവാണെങ്കിലും IT എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ, ഫാഷൻ ഡിസൈനിങ്ങും ഉള്ള, അതുപോലെ കൾണറി ആർട്സ് പോലെയുള്ള ഒരുപാട് കോഴ്സുകൾ ഫ്രാൻസിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫ്രാൻസിൽ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൻ്റെ പോലെ തന്നെ ഈ ബ്ലൂ കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു കാർഡിൽ നിന്നാൽ നമുക്ക് അവിടുത്തെ ലൈഫ് ലോങ് നിൽക്കാം. 12 years ആണ് കാർഡിൻ്റെ വാലിഡിറ്റി. അത്രയും കാലം നമുക്ക് നിൽക്കാനും, കുട്ടികളെ കൊണ്ടുപോകാനും, അവരെ പഠിക്കാനും, അവരുടെ പഠിത്തത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ സ്പൗസിനെ കൊണ്ടുപോകാനും ഒക്കെ അവർക്കും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൻ്റെ അവൈലബിൾ ആണ്. ഇനി അതിനൊരു സാലറി ത്രഷോൾഡ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ സാലറി ത്രഷോൾഡിൽ അവർ എന്തെങ്കിലും കൺസിഡറേഷൻ കൊണ്ടത് കുറവ് വരികയാണെങ്കിൽ അത് മച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി അടുത്തൊരു ബെസ്റ്റ് പോസിബിൾ, USA ഓൾറെഡി അത്യാവശ്യം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി USA ഉണ്ട്. ഇനി ഒരുപക്ഷെ മറ്റൊരു ബെസ്റ്റ് ഓപ്ഷൻ ഫ്രാൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഫ്രാൻസും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഒരു പക്ഷേ UK ഒക്കെ പോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഫ്രാൻസിലുള്ളത്. അതുപോലെ തന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വളരെ കുറവാണ് ഫ്രാൻസിലുള്ളത്. അതുപോലെ തന്നെ ഷോമണി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏകദേശം UK തന്നെ സെയിം ആയിട്ടൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പം നമ്മൾ മാൾട്ട, പോളണ്ട് പോലുള്ള കൺട്രി ആയിട്ട് നമുക്ക് ഫ്രാൻസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അല്ലെങ്കിൽ നല്ലൊരു യൂറോപ്യൻ കൺട്രി നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഫ്രാൻസ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ അടുത്ത് തന്നെയാണ് ജർമ്മനിയും സ്പെയിനും പോർച്ചുഗലും പോലുള്ള രാജ്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഈ രാജ്യങ്ങളിലേക്കൊക്കെ ബ്ലൂ കാർഡിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രിയും കൂടെ നിങ്ങൾക്ക് എളുപ്പമായി കിട്ടും. അവിടെയും പോയി വർക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ ഫ്രാൻസ് നിങ്ങളുടെ ഫ്യൂച്ചർ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഒന്ന് വെക്കുക. 2025 ശേഷം 2026 ജനുവരി ഇൻടേക്കിലേക്കൊക്കെ നിങ്ങൾ ഫ്രാൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊന്ന് നോക്കുക. അതുപോലെ ഫ്രാൻസിലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.